സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിൽ ശമ്പള പെൻഷൻ ചെലവിന്റെ അനുപാതം കുറഞ്ഞു വരികയാണ്. എങ്കിലും മൊത്തം ചെലവിൽ ശമ്പളം പെൻഷൻ വിഹിതം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 2014 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയും മറ്റ് സാമ്പത്തിക ബാധ്യതയും കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതലുള്ള 3 വർഷങ്ങളിലായി നടപ്പാക്കും. ഇതിലൂടെ പ്രതിവർഷം 8300 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നത് ബജറ്റ് അവതരണത്തിലെ വെല്ലുവിളിയാണ്. 2012-13 26,372 കോടി രൂപയാണ് ശമ്പളം പെൻഷൻ ഇനത്തിൽ ചെലവായത്. 29,525 കോടിയായി തൊട്ടടുത്ത വർഷം കൂടി. 2014-15 ഇത് 32,874 കോടിയായി വർദ്ധിച്ചു. അതായത് മൊത്തം സർക്കാർ ചെലവിന്റെ 42.8% ശമ്പളത്തിനായും പെൻഷനായും ചെലവാക്കുന്നത്. 2011 മുതൽ 15 വരെയുള്ള 5 വർഷത്തിനിടെ ശമ്പള പെൻഷൻ ഇനത്തിൽ 19.1% വാർഷിക വർധനയുണ്ടായി. ഈ ധനകാര്യ പ്രശ്നത്തെ മറികടക്കാനുള്ള എന്ത് നടപടി ബജറ്റിലൂടെ ഉണ്ടാകുമെന്നതാണ് ആകാംക്ഷ. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.